ഉറച്ച മനസ്സോടെ പകപോക്കാൻ സുമിത്ര, രണ്ടും കൽപ്പിച്ച സിദ്ധാർത്ഥൻ. കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ നമ്മുടെ രഞ്ജിതയുടെയും ഭർത്താവിൻ്റെ ആ ഒരു സംസാരം തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ട് രഞ്ജിത ഇങ്ങനെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുമിത്രയുടെ കയ്യിൽ കിട്ടിയ ആ ഡയറി, രോഹിത്തിൻ്റെ ആ ഡയറിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും തനിക്കെതിരെ എന്തൊക്കെ തെളിവുകളാണ് അതിലുള്ളതെന്നും എനിക്ക് കൃത്യമായി അറിയണമെന്ന് ഭർത്താവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് ആ ശരി ഞാൻ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും കാണാം നമുക്ക്. പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ പിയനോട് ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത്, എനിക്ക് എന്തായാലും ആ ശ്രീനിലയം തിരികെ പിടിക്കണം, ശ്രീനിലയം കിട്ടാതെ ഇനി എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ സുമിത്രയെ കാണാൻ രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കിടിലൻ രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത്. എന്നിട്ട് അവിടെ രഞ്ജിതയുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ സുമിത്രയെ എന്ന് വിളിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അമ്മ ആ വിളി ഇങ്ങനെ ഇത് സിദ്ധാർത്ഥനല്ലേ എന്നിങ്ങനെ ആ ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സമയമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ്റെയും സുമിത്രയുടെയും കൂടിക്കാഴ്ച അത് തന്നെയായിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിൽ വരാൻ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു നിമിഷം. സുമിത്ര എങ്ങനെയായിരിക്കും സിദ്ധാർത്ഥനെ കാണുമ്പോൾ, എന്താ പറയുക, എങ്ങനെയായിരിക്കും സുമിത്ര എല്ലാം ക്ഷമിച്ചിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഇപ്പോഴും ആ സിദ്ധാർത്ഥനോടുള്ള ഒരു ദേഷ്യവും പകയും തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടലിനായി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.